ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ കൂടെ ഇൻട്രോ പറയാൻ വേണ്ടിട്ട് ആളുണ്ട് കേട്ടോ. ഹായ് പറ, ഹായ് പറ. അപ്പൊ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ കുറെ ആയിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ എന്തായാലും അങ്ങനെ പോട്ടെ വിചാരിച്ചിട്ടാ. കാരണം ഇന്ന് നമ്മൾ കുറച്ച് ടൗണിക്ക് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തിനാ പൂണെ പറയും, ഡിഷ് എടുക്കാനും ഞങ്ങളുടെ പെരുന്നാളായി പറയും, ഞങ്ങളുടെ ബേർഡേ ആയി പറയും. അപ്പൊ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ടൗണിക്ക് പോകാട്ടോ. അപ്പത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ത്രെഡ് ചെയ്യണം കേട്ടോ. എൻ്റെ പിരികനൊക്കെ ആകെ കാടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണം. അപ്പം ഫസ്റ്റ് അത് ത്രെഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ സീറ്റിക്ക് നോക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് സീറ്റോടെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ണിയുടെ സേഫ്റ്റി നോക്കിയിട്ട് ഞാൻ ബാക്കിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കാറ്. അപ്പം അങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാറില്ല. അപ്പം എൻ്റെ കൂടെ ആരും ഇത് ബാക്കിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടേതായ കുറച്ച് വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞങ്ങൾ ആര്യമ്പാടെ എത്തി. അപ്പോൾ അത് അവിടേക്ക് എൻ്റെ കൂടെ ത്രെഡ് ചെയ്യാനായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് ഉണ്ണിനാക്കിയിട്ട് ഞാൻ വേഗം പോയി ത്രെഡ് ചെയ്തിട്ട് വരികയാണ് കേട്ടോ ചെയ്ത്. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മെയിൻലി ഞാൻ ഡ്രസ്സ് എടുക്കുന്നതായാലും ഫുഡ് കഴിക്കുന്നതായാലും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല തിരക്കായിരുന്നു, പെരുന്നാളിലൊക്കെ നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഫോണും പിടിച്ചിട്ട് എങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ അത് നമ്മൾ ആദ്യം കല്യാണിൽ പോയി, പിന്നെ അതേ സീമാസിക്ക് വന്നു. അങ്ങനെ കുറേ കടയൊക്കെ കയറിയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ ആ വെയിലത്ത് നിന്നിട്ടുള്ള വീഡിയോ. അപ്പോൾ അവിടെ ഫുൾ തിരക്കാണ്, ഫുൾ തിരക്ക് പറഞ്ഞാൽ ഫുൾ തിരക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി തിരക്കിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതൊക്കെ പോയി ആ കലങ്കോലമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള കാരണം നമുക്ക് നേരിട്ട് ക്രോസ് ചെയ്യും, നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ വരുന്നത്. പിന്നെ അതേ 24-ാം തീയതിയാണ് തുമ്പൂൻ്റെ പിറന്നാൾ. ഒരു വർഷം പോയി, പെട്ടെന്ന് പോയി, അങ്ങനെ വേണം പറയാൻ. ഒരു വർഷം കഴിഞ്ഞ് പോയത് അറിഞ്ഞില്ല. ഡേറ്റ് 24-ആണ് കേട്ടോ. നാളെ വരുന്നത് ഏപ്രിലേക്ക് വരുന്നത്. അപ്പം നമ്മളെന്തായാലും നാളായിരിക്കും ആഘോഷിക്കുക. ഡേറ്റിന് നമുക്ക് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ പെട്ടെന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ ഒരു കൊല്ലം പോയ പോക്കേ, ഇനിയിപ്പോൾ ആകെ 2 ദിവസമേ ഉള്ളൂ ബർത്ത്ഡേക്ക് ഒരു കൊല്ലം ആവാൻ വേണ്ടി. പിന്നെ ഇത് ഞങ്ങൾ വടക്കുന്നതിനെയൊക്കെ കണ്ടിട്ട് വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ.